ദേശീയപാത അധികൃതരുടെ അനാസ്ഥ. പാത നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ഓച്ചിറ മേമന സ്വദേശി അജിയാണ് മരിച്ചത്. ഓട നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണാണ് ബൈക്ക് യാത്രികനായ അജി മരിച്ചത്. ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായി റോഡിന്റെ വശത്ത് ഓട നിർമ്മിക്കാനായി എടുത്ത കുഴിയിലാണ് ബൈക്ക് യാത്രികൻ വീണു മരിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ മേമന കണ്ടല്ലൂർ തെക്ക് ഭാസ്കരനാചാര്യയുടെ മകൻ അജിയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. രാവിലെ നാട്ടുകാരാണ് അജിയുടെ മൃതദേഹവും ബൈക്കും ഓടയിൽ കണ്ടത്. തുടർന്ന് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാറിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മൃതദേഹം ഓടയിൽ നിന്ന് പുറത്തെടുത്തു. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ ആരോപിച്ചു. സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദാരുണകരമായ ഒരു അപകടമാണ് ഇന്നുണ്ടായത്. ഏറെ നിർധന കുടുംബത്തിൽപ്പെട്ട കണ്ടല്ലൂർ തെക്കതിൽ അജി എന്ന് പറയുന്ന ഒരു നിത്യ അധ്വാനിയാണ് ഈ NH അതോറിറ്റിയുടെ അനാസ്ഥ മൂലം അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. ഇതൊരു പ്രതികാര നടപടിയാണ്. NH അതോറിറ്റിയുടെയും അതുപോലെ തന്നെ വിശ്വസമുദ്രയുടെയും ഏറ്റവും വലിയൊരു പ്രതികാര നടപടിയാണ്. ജനങ്ങളുടെ ഒരു ആവശ്യം മുന്നിലേക്ക് വെക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തി പ്രതികാര നടപടി സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ദാരുണ അന്ത്യമാണ് ഇന്നിവിടെ സംഭവിച്ചത്. ഇവിടെ ഒരു വെള്ളമൊഴുക്ക് തോടുണ്ടായിരുന്നു. ആ തോടിൽ ഇങ്ങനെയുള്ള റൗണ്ട് റിങ്ങുകൾ ഇടാതെ സ്ക്വയർ റിങ്ങുകൾ ഇടണമെന്നാണ് നാട്ടുകാരുടെയും ഇവിടുത്തെ ജനപ്രതിനിധിയുടെയും എല്ലാവരുടെയും ആവശ്യം. ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പണി ഇവിടെ വെച്ച് നിർത്തുകയും ഇത് അതിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഒരു കാര്യം വളരെ ശക്തമായി പറയുകയാണ്, എന്ത് വിഷയങ്ങളുണ്ടായാലും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദി നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ വിശ്വസമുദ്രയുമാണെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ഇതിനുവേണ്ടി ഏത് നടപടികൾ സ്വീകരിക്കാനും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഇത്തരം അനാസ്ഥയ്ക്കും ഭീഷണിക്കുമെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. ഇതിന്റെ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. നിർമ്മാണ കമ്പനിയുടെ കൃത്യവിലോപമാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിന് കാരണമായതെന്ന് പഞ്ചായത്ത് അംഗം അയ്യാണിക്കൽ മജീദ് പറഞ്ഞു. കാരണം ഒരു നിരപരാധിയാണ് ഈ വെള്ളത്തിൽ രാത്രിയിൽ എപ്പോഴോ വന്ന് ബൈക്കിനകത്ത് ഈ കുഴിയിൽ വീണാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത്. ഇത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, പല പ്രാവശ്യം അധികൃതരോട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒന്നീ ഓട നികത്തിയും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഓട കിട്ടിയത് സംവിധാനങ്ങൾ മുന്നോട്ട് പോകണമെന്ന് വളരെ മുന്നേ തന്നെ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ മരണത്തിന് ഉത്തരവാദി നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. ഇതിന് അവർ സമാധാനം പറഞ്ഞേ തീരൂ. അശാസ്ത്രീയമായി ഇങ്ങനെയുള്ള പണികൾ നടക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും അപകടത്തിന് ഒരു സിഗ്നലെങ്കിലും വെക്കേണ്ടതായിരുന്നു. ആ സിഗ്നൽ പോലും വെക്കാതെയാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഓച്ചിറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.